ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ പായസം ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? ഇത് സാധാരണ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റേഷൻ അരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പായസമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ അടപ്പായസമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിൽ ആ ഒരു ടേസ്റ്റിലൊക്കെയാണ് കേട്ടോ ഈ ഒരു പായസം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് റേഷൻ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ സാധാരണ അരി തന്നെയാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു അരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അരി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കണം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ അതെടുത്ത് നോക്കിയത്. അപ്പോൾ കണ്ടോ, നമ്മൾ അരിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളറിലുള്ള അരിയായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഈ അരി ഒന്ന് നുറുങ്ങി കിട്ടിയാൽ മതി, അരഞ്ഞു പോവരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് അരിയൊക്കെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അരഞ്ഞു പോവാത്ത പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നുറുങ്ങി കിട്ടിയാൽ മതി കേട്ടോ. കാരണം നമുക്ക് ആ ഒരു അരി അതുപോലെ തന്നെ പായസത്തിൽ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് നുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മളൊരു അടപ്പായസത്തിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് പായസം കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ കുക്കറിൽ ഞാനൊരു 1.5 സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നുറുക്കിയെടുത്തിട്ടുള്ള ഈ ഒരു അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതലായിട്ടൊന്നും നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഒരു നെയ്യിൽ ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നല്ല മഴയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബേക്കിൽ ഒരു തോടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതാ ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കർ മൂടി വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് 3 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ അടിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് അതുപോലെ തന്നെ അവിടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിക്കോട്ടെ. വെന്ത് കിട്ടിയാലാണ് നമുക്ക് പായസം നന്നായിട്ട് അതിലേക്കൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നല്ല ടേസ്റ്റിൽ പായസം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 വിസിൽ അടിച്ചു. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് പായസത്തിൻ്റെ ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ റൈസ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു റൈസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ ഞാൻ മുഴുവൻ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ ഒരു പാലിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അതാ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു രണ്ടാം പാലാണ് കേട്ടോ ഈ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തേങ്ങാപ്പാലും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പാൽ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പം തേങ്ങാപ്പാലിലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഞാനിത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കട്ടകളൊക്കെ ഇതുപോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ. കട്ട കെട്ടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പായസം അത്യാവശ്യം നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങളടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടപ്രഥമൻ്റെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് പായസം കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ അടപ്രഥമം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡൊക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അടപ്രഥമം നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിലും ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പായസമാകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ, അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ. എന്നെങ്കിലാണ് ഈ ഒരു പാലിൽ നമ്മുടെ ഈ ഒരു റൈസൊക്കെ നന്നായി പാലിൽ കിടന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കായിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് നിന്ന് കട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഏലക്കായിൻ്റെ പൊടി ഇല്ലെങ്കിൽ ഏലക്കായ 2-3 ഏലക്കായ ഒന്ന് കുത്തിയിട്ട് ചതച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഒരു അടപ്രഥമൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പായസം തിളച്ച് വരുമ്പോഴേ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ പായസം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒരു 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ 1/4 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഈ റേഷൻ കടയത്തെ അരിയൊക്കെ ഉണ്ടാകുമ്പോൾ ആരും നമുക്ക് പായസം കുടിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് പായസത്തിനൊന്നുമില്ല ഒന്നും വിചാരിച്ച് നിൽക്കണ്ട. ഇതാ നമ്മുടെ ഈ ഒരു റൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ പായസം ഒന്ന് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പായസമൊക്കെ റെഡിയായി നന്നായിട്ട് കുറുകി വന്ന് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്കൊന്ന് നെയ്യൊന്ന് വറവിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് കുറച്ച് നെയ്യെടുത്ത് ചൂടാക്കിയതിന് ശേഷം അത് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം നമ്മളെ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് തേങ്ങാക്കൊത്താണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മളിതിട്ട് കൊടുത്തിട്ട് വന്ന് വറുത്ത് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പായസം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മറക്കാതെ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ സൂപ്പർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാരും പറയില്ല കേട്ടോ നമ്മൾ റേഷനരി വെച്ചിട്ടുണ്ടാക്കിയ പായസം എന്നുള്ളത്. നിങ്ങളിത് ആർക്ക് കൊടുത്താലും ഇതുണ്ടാക്കിയിട്ടൊന്ന് ആർക്കെങ്കിലും കൊടുത്ത് നോക്കിയേണ്ടി, ആരും പറയില്ല ഇത് നമ്മൾ അരി വെച്ചിട്ടുണ്ടാക്കിയ പായസമാണെന്ന്. അത്രയും സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ മറക്കാതെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ല ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.